ഹായ് മക്കളെ, നിങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ +1 കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന പാഠഭാഗങ്ങളിലോട്ട് കടന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ നോമൻക്ലേച്ചർ, ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, ഐസോമെറിസം, പ്യൂരിഫിക്കേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ പല ആളുകളും ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് കടന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന +1 കെമിസ്ട്രിയിലെ അവസാന ചാപ്റ്ററിലോട്ട് കടന്ന വിദ്യാർത്ഥികളിൽ കുറച്ചുപേർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, സാർ എന്താണ് ആരോമാറ്റിസിറ്റി, ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ആ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറേ കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആൽക്കീൻ, ആൽക്കൈൻ, ബെൻസീൻ അല്ലാത്ത കോമ്പൗണ്ട്, അങ്ങനെ കുറച്ച് കോമ്പൗണ്ടുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവരുടെ പ്രിപ്പറേഷൻ, കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെയാണ് കൂടുതലായിട്ടും അവിടെ പഠിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് ബെൻസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ആരോമാറ്റിസിറ്റി. തന്നിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ആരോമാറ്റിക് ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന റൂളാണ് ഹക്കിൾസ് റൂൾ. ഈ ഹക്കിൾസ് റൂളാണ് പലർക്കും മനസ്സിലാവാത്തത്. ഹക്കിൾസ് റൂൾ എന്താണെന്നുള്ളത് എക്സാമിന് ചോദിക്കും 2 മാർക്കിന്. വേറൊരു 2 മാർക്കിന് ചോദ്യം എങ്ങനെ വരാമെന്നറിയാമോ? കുറച്ച് കോമ്പൗണ്ടുകൾ നിങ്ങൾക്ക് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്, ഏതാണ് നോൺ ആരോമാറ്റിക് കോമ്പൗണ്ട് എന്നൊരു ചോദിക്കും. റെഡി? അതിനൊരു ക്ലാരിറ്റി വേണം. എന്താണ് ആരോമാറ്റിസിറ്റി, എന്താണ് ആരോമാറ്റിക് കോമ്പൗണ്ട് ഒക്കെ ഞാൻ ചാപ്റ്റർ എടുക്കുമ്പോൾ പറഞ്ഞു തരാം. ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്റർ ഞാൻ എടുത്തിട്ടില്ല. ഈ ആഴ്ച തന്നെ അതിൻ്റെ പബ്ലിക് ലൈവുമായിട്ട് ഞാൻ വരുന്നുണ്ടായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക. 7 മണിക്കുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആരോമാറ്റിസിറ്റി എന്താണ്, ഹക്കിൾസ് റൂൾ എന്താണ്, നമുക്ക് വേഗം നോക്കാം. ഹക്കിൾസ് റൂൾ അനുസരിച്ചുകൊണ്ട് സൈക്ലിക്കും പ്ലാനാറുമായിട്ടുള്ള ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം കണ്ടെയ്നിങ് 4n+2 പൈലട്രോൺസ് ആർ ആരോമാറ്റിക്. സൈക്ലിക് ആയിരിക്കണം എന്ന് പറഞ്ഞ് നീണ്ടു പറഞ്ഞ് കിടക്കുന്നത് ആവരുത്. മറിച്ച് എന്തായിരിക്കണം? സൈക്ലിക് എന്തായിരിക്കണം? റിംഗ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഒന്ന്, എല്ലാ ആളുകളും എന്തായിരിക്കണം? റിങ്ങിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഒന്ന്. ഒരു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് പ്ലാനാർ ആയിരിക്കണം. പ്ലാനാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും സെയിം പ്ലെയിനിലായിരിക്കണം എന്ന്. അതെന്താണ് സാർ? അതായത് ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ ഈ കോമ്പൗണ്ടിനെ വെച്ചാൽ ആ കോമ്പൗണ്ടിലെ എല്ലാ ആറ്റംസും ഈ ഷീറ്റിൽ തന്നെ ടച്ച് ചെയ്ത് കിടക്കണം. എല്ലാവരും ഒരേ പ്ലെയിനിലായിരിക്കണം. അല്ലാതെ ചില ആളുകൾ മുകളിലും താഴത്തായിട്ട് ഇങ്ങനെ കിടക്കാൻ പാടില്ല. ഇതിപ്പോൾ ഹൈഡ്രജൻ ഏതെങ്കിലും മുകളിലും താഴത്തേക്കായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പാടില്ല. എല്ലാവരും ഒരേ പ്ലെയിനിലായിരിക്കണം ഉണ്ടായിരുന്നത്. മാത്രമല്ല അതിൽ 4n+2 പൈലട്രോണുകൾ ഉണ്ടായിരിക്കണം. പൈ ബോണ്ട് ഉണ്ടാക്കുന്ന ആളുകളാണല്ലോ പൈലട്രോണുകൾ. ഇപ്പോൾ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഇത് സിഗ്മ ബോണ്ടും ഇത് സിഗ്മ ബോണ്ട്, ഇത് പൈ ബോണ്ടുമാണല്ലോ. അപ്പോൾ പൈ ബോണ്ട് ഉണ്ടാക്കുന്ന ഈ ആളുകളാണ് പൈലട്രോണുകൾ എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. 4n+2 പൈലട്രോണുകൾ ഉണ്ടായിരിക്കണം. അതെന്താണ് സാർ? n എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 അത്രയേ ഉള്ളൂ. ആ n ഇത് വലിയ ബന്ധമില്ല. n 1 2 3 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ 4n+2 എത്ര എണ്ണമാണോ അത്ര എണ്ണം പൈലട്രോണുകൾ ഉണ്ടായിരിക്കണം. കാണിച്ചു തരാം. ഇപ്പോൾ n = 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ 4 × 1+2 4 × 1 4+2 എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺ. n = 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ 4 × 2 8+2 = 10 ഇലക്ട്രോൺ. അതായത് ഈ കോമ്പൗണ്ടിൽ 6 പൈ ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ 10 പൈ ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കണം. 8 പൈ ഇലക്ട്രോൺ ഉണ്ട് സാർ, കാര്യമില്ല. കാരണം ആ 8 എന്നുള്ള നമ്പർ ഇവിടെ വരുന്നില്ല. 4n+2 എന്ന് പറയുന്ന സീരീസിൽ ഏത് വരുന്നില്ല? 8 എന്നുള്ള നമ്പർ വരുന്നില്ല. നോക്കിക്കേ, ഇനി എന്തായിരിക്കും? 4 ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും. ഇനി അടുത്തത് 14 ഇലക്ട്രോണുകൾക്കാണ് സാധ്യത. ഇനി അടുത്ത് 18 ഇലക്ട്രോണുകൾ, 22 ഇലക്ട്രോണുകൾ, അതേപോലെ 26 ഇലക്ട്രോണുകൾ. ഇങ്ങനെ 4 4 4 4 കൂട്ടിയിട്ട് പോകുന്ന തരത്തിൽ. അതായത് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഒന്നുകിൽ 6 പൈ ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ 10 പൈ ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കണം. 14 18 22 26 പൈ ഇലക്ട്രോണുകളായിരിക്കണം. 24 പൈ ഇലക്ട്രോണുകൾ സാർ ആരോമാറ്റിക് അല്ല. സാർ ഒരു 12 പൈ ഇലക്ട്രോണുകൾ സാർ, 12 എന്നുള്ള നമ്പർ ഇതിനകത്തില്ലല്ലോ. അപ്പോൾ 12 പൈ ഇലക്ട്രോണുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തല്ല, ഒന്നും ആരോമാറ്റിക് അല്ല. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റെഡി? ഇനി തന്നിരിക്കുന്ന കോമ്പൗണ്ട് സൈക്ലിക് ആണോ പ്ലാനാർ ആണോ എന്ന് എങ്ങനെ പറയും? കാണുമ്പോൾ തന്നെ ക്ലിയർ ആണ്, ഇത് സൈക്ലിക് അല്ലേ, ഇത് സൈക്ലിക് അല്ലേ, ഇതെല്ലാം എന്താണ്? സൈക്ലിക്. ഇതെല്ലാം സൈക്ലിക് ആണ്. അപ്പോൾ അത് ഫിഗർ കണ്ടാൽ മനസ്സിലാവും അത് സൈക്ലിക് ആണോ അല്ലയോ എന്നുള്ളത്. പിന്നെ 4n+2 പൈലട്രോണുകൾ ഉണ്ടോ എന്ന് ഇലക്ട്രോണുകളെ, ഈ പൈ ഇലക്ട്രോണുകളെ എണ്ണി നോക്കിയാൽ അതും കിട്ടും. മൂന്നാമത്തെ കാര്യമാണ് പ്ലാനാർ ആണോ അല്ലയോ എന്നുള്ളത്. സാർ ഈ കോമ്പൗണ്ട് പ്ലാനാർ ആണെന്ന് അങ്ങനെ എല്ലാം ഒരേ പ്ലെയിൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് പ്ലാനാർ ആണോ അല്ലയോ എന്ന് എങ്ങനെയാ പറയാന്നറിയാവോ? ഇവിടെയുള്ള എല്ലാ കാർബണിൻ്റെയും, ഈ ഓരോ പോയിന്റിലും എന്തുണ്ട്? കാർബണുകളുണ്ടല്ലോ. ഇതിലുള്ള എല്ലാ കാർബണിൻ്റെയും ഹൈബ്രിഡൈസേഷൻ sp അല്ലെങ്കിൽ sp2 മാത്രം ആയിരിക്കണം. sp3 ആവരുത്. sp3 എന്ന് പറഞ്ഞാൽ ടെട്രാഹെഡ്രൽ ഷേപ്പാണല്ലേ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു കാർബൺ ഉണ്ട്. ഈ കാർബൺ sp3 ഹൈബ്രിഡൈസർ കാർബൺ ആണെങ്കിൽ ഇങ്ങോട്ടൊരു കാർബൺ, ഇങ്ങോട്ടൊരു ബോണ്ട്, മുകളിലൊരു ബോണ്ട്, താഴത്തൊരു ബോണ്ട്, സൈഡിലോട്ടൊരു ബോണ്ട്, അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ സെയിം പ്ലെയിനിൽ ആയിരിക്കില്ല sp3. sp2 ആണെങ്കിലോ ട്രയഗണൽ പ്ലാനാർ അല്ലേ. അപ്പോൾ ഈ കാർബണിന് sp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഒരു ബോണ്ട് ഇങ്ങോട്ട്, ഒരു ബോണ്ട് ഇങ്ങോട്ട്, ഒരു ബോണ്ട് ഇങ്ങോട്ട്, ഫാനിൻ്റെ ലീഫ് പോലെ അവരൊക്കെ സെയിം പ്ലെയിനിലായിരിക്കും. ഒരുത്തിന് മുകളിലും താഴത്തും അല്ല. sp ഹൈബ്രിഡൈസേഷൻ ആണെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ലീനിയർ ആണ്. അപ്പോൾ കാർബണിൻ്റെ അപ്പുറത്തൊരു ബോണ്ട് ഇപ്പുറത്തൊരു ബോണ്ട്, അതും സെയിം പ്ലെയിനിലല്ലേ പറഞ്ഞു വന്നത്. ഇത് പ്ലാനാർ ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇതിൽ sp3 ഹൈബ്രിഡൈസർ കാർബൺ ഇല്ല എന്നുറപ്പിച്ചാൽ അത് പ്ലാനാർ ആണ്.
ഒന്നുകിൽ SP ആയിരിക്കണം അല്ലെങ്കിൽ SP2 ആയിരിക്കണം എന്ന് നോക്കിയാൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ആരോമാറ്റിക് ആണോ അല്ലേ എന്നെങ്ങനെ പറയുന്നത് ഹക്കിൾസ് റൂൾ വെച്ചുകൊണ്ടാണ്. എന്താണ് ഹക്കിൾസ് റൂൾ പറയുന്നത്? കോമ്പൗണ്ട് സൈക്ലിക് ആയിരിക്കണം, പ്ലാനാർ ആയിരിക്കണം, 4n+2 പൈലക്ട്രോണുകൾ ഉണ്ടായിരിക്കണം. നമുക്ക് ഓരോ കോമ്പൗണ്ടുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കോമ്പൗണ്ട് ബെൻസീൻ ആണ്. ഇത് സൈക്ലിക് ആണോ? ഒന്നാമത്തെ കാര്യം സൈക്ലിക് ആണോ? ഓഫ് കോഴ്സ് സൈക്ലിക് ആണ്. പ്ലാനാർ ആണോ? പ്ലാനാർ ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓരോ കാർബണും എന്തായിരിക്കണം? SP3 അല്ല എന്ന് ഉറപ്പിക്കണം. നോക്കുമ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ. അപ്പോൾ 1, 2, 3 സിഗ്മ ബോണ്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ 3 സിഗ്മ ബോണ്ട് ആണെങ്കിൽ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? SP2 ആണ്. ഇത് SP2 ഹൈബ്രിഡൈസർ കാർബൺ ആണ്. ഇത് മാത്രമാണോ? എല്ലാം SP2 ഹൈബ്രിഡൈസർ കാർബൺ ആണ്. ഇനി അതിൽ എത്ര പൈ ഇലക്ട്രോണുകൾ ഉണ്ട്? ഇതാ 1, 2. ഇതൊരു പൈ ബോണ്ട് അല്ലേ? അപ്പോൾ അവിടെ 2 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു പൈ ബോണ്ട് അല്ലേ? 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഇവിടെ 2 ഇലക്ട്രോൺ. ടോട്ടലായിട്ട് 1, 2, 3, 4, 5, 6 പൈ ഇലക്ട്രോണുകൾ ഉണ്ട്. എങ്കിൽ ഇത് ആരോമാറ്റിക് ആണോ? സൈക്ലിക് ആണ്. SP3 ഹൈബ്രിഡൈസർ കാർബൺ ഇല്ലാത്തത് കൊണ്ട് ഇത് പ്ലാനാർ ആണ്. 6 പൈ ഇലക്ട്രോണുകൾ ഇതിലുണ്ടോ? ഉണ്ട്. 6 എന്ന് പറയുന്ന നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ 6 പൈ ഇലക്ട്രോണുകൾ ഉണ്ട്. ഇതെന്താണ്? പ്ലാനാർ ആണ്. അപ്പോൾ ഇത് പ്ലാനാർ ആണ്. പ്ലാനാർ ആണെന്നേ, ആരോമാറ്റിക് ആണ്. അടുത്ത കോമ്പൗണ്ട് നമുക്ക് നോക്കാം. ഇത് സൈക്ലിക് ആണ്. എല്ലാത്തിലും SP2 ഹൈബ്രിഡൈസർ കാർബൺ ആണ് ഉള്ളത്. നിങ്ങൾ നോക്കുക. ഇനി എത്ര പൈ ഇലക്ട്രോണുകൾ നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പൈ ഇലക്ട്രോണുകൾ ഉണ്ട്. എങ്കിൽ ഈ 10 എന്ന് പറയുന്നത് നമ്മുടെ സീരീസിൽ വരുന്നുണ്ട്. 10 പൈ ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ഇതും എന്താണ്? ആരോമാറ്റിക് ആണ്. ഒന്ന് സൈക്ലിക് ആണെന്ന് ഫിഗർ എന്ന് മനസ്സിലാവുന്നുണ്ട്. ഏതൊരു കാർബൺ എടുത്താലും അതിൽ 3 സിഗ്മ ബോണ്ടുകളാണ് ഉണ്ടായത്. ഈ കാർബൺ എടുത്താലും 1, 2, 3 സിഗ്മ ബോണ്ടുകളാണ്. 3 സിഗ്മ ബോണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകളൊന്നും അവിടെ ഇല്ല. 3 സിഗ്മ ബോണ്ട് ആണെങ്കിൽ SP2 എല്ലാം SP2 ഹൈബ്രിഡൈസർ കാർബണുകളാണ് കേട്ടോ. ഇനി അതേപോലെ ഇതെടുക്കാം. സൈക്ലോപെന്റഡൈൻ എന്ന് പറയുന്നതിൽ ഈ ഓരോ കോർണറിലും എന്തുണ്ട്? കാർബണുകൾ ഉണ്ട്. ഈ കാർബണിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ ക്ലിയർ ആണ്. ഇത് എന്താണ്? സൈക്ലിക് ആണ് അല്ലേ? സൈക്ലിക് ആണ്. പ്ലാനാർ ആണോ എന്ന് പറഞ്ഞേ. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. 1, 2, 3. അപ്പോൾ ഇത് SP2 ഹൈബ്രിഡൈസേഷൻ, ഇത് SP2 ആണ്. ഇതൊക്കെ അങ്ങനെ വരുന്ന ആളുകളാണ്. പക്ഷേ ഈ കാർബണിനെ നോക്കിയാൽ നോക്കണേ, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്, അപ്പോൾ ഇവിടെ 2 എന്തുണ്ടായിരിക്കും? ഹൈഡ്രജനുകൾ ഉണ്ടായിരിക്കും. ആണോ? ഇവിടെ ഓരോ ഹൈഡ്രജനുകൾ ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ ഇവിടെ 1, 2, 3, 4 സിഗ്മ ബോണ്ടുകളാണ് ഉണ്ടായിരിക്കുക. 4 സിഗ്മ ബോണ്ട് ആണെങ്കിൽ ഇത് എന്താണ്? ഹൈബ്രിഡൈസേഷൻ SP3 അല്ലേ? ഈ കാർബൺ SP3 ഹൈബ്രിഡൈസർ കാർബൺ ആയതുകൊണ്ട് ഉറപ്പായും ഇതെന്തല്ല? പ്ലാനാർ അല്ല. ഈ 2 ഹൈഡ്രജൻ ഒന്ന് മുകളിലോട്ടോ ഒന്ന് താഴത്തോട്ടാണ് നിൽക്കുന്നുണ്ടാവുക. സെയിം പ്ലെയിനിലായിരിക്കില്ല അവർ നിൽക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത് പ്ലാനാർ അല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല? ആരോമാറ്റിക് കോമ്പൗണ്ട് അല്ല. ഇനി ഇത് നമുക്ക് നോക്കാം. ഏത് കാർബൺ എടുത്താലും എല്ലാം SP2 തന്നെയാണ് നിങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കുക. സൈക്ലിക് ആണോ ചോദിച്ചാൽ സൈക്ലിക്കുമാണ്. ഇനി പൈ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 പൈ ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്. 8 പൈ ഇലക്ട്രോൺ നമ്മൾ പറയുന്ന സീരീസിലുണ്ടോ? നമ്മൾ പറഞ്ഞ സീരീസിൽ 6 കഴിഞ്ഞാൽ പിന്നെ 10നാണ് സ്ഥാനമുള്ളത്. 6 ഇലക്ട്രോണോ 10 പൈ ഇലക്ട്രോണുകളോ ഉണ്ടായിരിക്കണം. 8 പൈ ഇലക്ട്രോണുകൾ വന്നതുകൊണ്ട് 8 പൈ ഇലക്ട്രോണുകൾ വന്നതുകൊണ്ട് ഇത് എന്തല്ല? ആരോമാറ്റിക് കോമ്പൗണ്ട് അല്ല. ഇനി അടുത്ത് നോക്കിക്കേ. സൈക്ലിക് ആണ്. മാത്രമല്ല ഏത് കാർബൺ എടുത്താലും അതിലെല്ലാം തന്നെ 3 സിഗ്മ ബോണ്ടുകളാണ് ഉണ്ടായിരിക്കുക. നിങ്ങൾ നോക്കാം, എല്ലാം SP2 ഹൈബ്രിഡൈസർ ആണ്. അപ്പോൾ സൈക്ലിക്കുമാണ്, പ്ലാനാറുമാണ്. ഇനി 4n+2 പൈ ഇലക്ട്രോണുകൾ നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 14 പൈ ഇലക്ട്രോണുകൾ നമ്മുടെ സീരീസിലുള്ളതാണോ? 14 പൈ ഇലക്ട്രോൺ അതെ ഉള്ളതാണ്. അങ്ങനെ 14 പൈ ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ഇതെന്താണ്? ആരോമാറ്റിക് ആണ്. ആരോമ മീൻസ് പ്ലസന്റ് സ്മെൽ, നല്ല സ്മെല്ലുള്ള കോമ്പൗണ്ടുകളായിരിക്കും ഇവരൊക്കെ തന്നെ. അപ്പോൾ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ആരോമാറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് ഉറപ്പായും ഈ വരാവുന്ന മോഡൽ എക്സാമിന് അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഏത് റൂൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്? ആ റൂൾ ഏതാണ്? ആ റൂൾ അനുസരിച്ചുകൊണ്ട് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഏതാണ് ആരോമാറ്റിക് ആയിട്ടുള്ളത് അല്ലാത്തതെന്ന് ചോദിക്കുന്നു. ഈ തരത്തിൽ പരമാവധി ചോദ്യങ്ങൾക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾ തയ്യാറായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കിടിലൻ ടോപ്പിക്സുമായിട്ട് ഉടനെ വരുന്നുണ്ടായിരിക്കും. ഈ ചാപ്റ്ററിന്റെ പബ്ലിക് ലൈവായിട്ട് ഉടനെ തന്നെ ഈ ആഴ്ച ഞാൻ വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുക. പബ്ലിക് ലൈവിന്റെ തമ്പനിൽ ഉടനെ ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ കുറേ എന്ത് ഡൗട്ട്സ് ഞാൻ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കിടിലൻ ടോപ്പിക് വരാൻ. താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക.